ഇപ്പം കുമ്മനം രാജശേഖരനെ പോലെയുള്ള ഒരു നേതാവിനെ വട്ടിയൂർക്കാവ് നിർത്തുകയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം അവിടെ ജയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. 43,000 വോട്ട് നേടിയതാണ്. ഇപ്പോൾ ശ്രീലേഖ തിരുവനന്തപുരം സെൻട്രലിലാണെങ്കിലും നിൽക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥിയാണ്. കാരണം കുറച്ച് നിഷ്പക്ഷ വോട്ടൊക്കെ നേടാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൂടാതെ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് നിന്നതും, കാരണം അദ്ദേഹം 67,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച് എനിക്ക് തോന്നുന്നു കെ സുരേന്ദ്രനാണെന്ന് തോന്നുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ജയിക്കാൻ സാധിച്ചില്ല. അപ്പം അദ്ദേഹത്തെ വേറെ ഏതെങ്കിലും അല്പം കൂടെ വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ നിർത്തുകയാണെങ്കിൽ ചിലപ്പം അല്ല, അതിലൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയില്ലല്ലോ. കഴിഞ്ഞ 89 വോട്ടിന് തോറ്റ സ്ഥലം, 700 ചില്ലറ വോട്ടിന് തോറ്റ സ്ഥലം, സ്വാഭാവികമായിട്ട് അത് വിജയത്തിന് സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നാം. അതിന് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ തന്നെ നിന്നാലും സത്യത്തിൽ ആരും ഇങ്ങനെ ഒരു തോൽവി പ്രതീക്ഷിച്ചിരുന്നുമില്ല. ഇത്രയും മൊത്തം വോട്ട് ഒഴുകിപ്പോയാൽ വോട്ട് മറിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇങ്ങനൊരു സാഹചര്യം ഉള്ളതുകൊണ്ട്. കാര്യം 800 വോട്ടിന് പിന്നിൽ നിന്ന സ്ഥലം, 89 വോട്ടിന് തോറ്റ സ്ഥലം, ഈ സ്ഥലത്ത് അതെ ക്ലോസ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജയിക്കുമെന്നല്ലേ കരുതുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തെക്കൻ തിരുവിതാംകൂർ മേഖല കാര്യമായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഒരു മധ്യ തിരുവിതാംകൂർ കഴിഞ്ഞ് അങ്ങോട്ട് ഒരുപാട് മണ്ഡലങ്ങൾ ഈ പറയുന്ന വോട്ടുകളൊന്നും അല്ല ബി ജെ പിക്ക് കിട്ടേണ്ടത്. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ആൾക്കാർ ഓടിച്ചിട്ട് പിടിച്ച് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന കാലമാണ്. അപ്പോൾ ഒരു പണിയെടുത്തില്ലെങ്കിലും അത് പലയിടത്തും തലശ്ശേരിയിലൊക്കെ ഒരു ബി ജെ പി സംവിധാനം ഇല്ലാത്തടത്തൊക്കെ ബി ജെ പിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കിട്ടുന്ന വോട്ട്, അതെ ആ സാഹചര്യം, അതായത് ലോക്സഭയിൽ വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറുണ്ടെങ്കിൽ അവർ നിയമസഭയിലും ചെയ്യും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ തലത്തിലേക്ക് നാം ബി ജെ പി എത്തണം എന്നുള്ളതാണ് പോയിൻ്റ്. അതിനനുസരിച്ചുള്ള വർക്കുകൾ ബി ജെ പി നടത്തട്ടെ എന്നും, ബി ജെ പി പൊളിറ്റിക്സ് ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയിൽ അതിനനുസരിച്ചുള്ള വർക്കുകൾ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ